സൂര്യ സാർ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ റിമോട്ട് കൺട്രോളുമായി മകളുടെ പിന്നാലെ നടക്കണ അമ്മയല്ല ഞാൻ. അവളുടെ കരിയർ തിരഞ്ഞെടുക്കാനുള്ള ഫുൾ ഫ്രീഡം അവൾക്കുണ്ട്. ദാ ആളെത്തി. ഹലോ പ്രിയ. സാറപ്പ വന്നു. വന്നതേ ഉള്ളൂ. നിനക്കൊരു ഹാപ്പി ന്യൂസും ആയിട്ടാണ് വരവ്. തന്റെ കരിയറിൽ സൗഭാഗ്യങ്ങൾ ഓരോന്നായി വന്നു വീഴല്ലേ? ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ ഒരു തമിഴ് സിനിമയുടെ വർക്കിനെ കുറിച്ച്? അതിൽ 2 സോങ്സ് ഉണ്ട്. ഒന്നൊരു മെലഡി, മറ്റേതൊരു ഫാസ്റ്റ് നമ്പറും. പ്ലീസ് സർ. ഇപ്പോഴത്തെ നമ്പർ 1 സിംഗർ ശ്രീദേവി ആണല്ലോ. 2ഉം അവള് പാടണമെന്ന പ്രൊഡ്യൂസേഴ്സിന്റെ ഡിമാൻഡ്. ഞാൻ ഒറ്റ പിടി പിടിച്ചു. അവസാനം ഒരു വഴങ്ങി. താനാ ആ സോങ്സ് പാടാൻ പോകുന്നത്. എന്താടോ ഇത്രയും കേട്ടിട്ടും വലിയ സന്തോഷമില്ലാതെ നിൽക്കണേ? എന്താ പാടിക്കൂടെ? അമ്മേ, ഇതിൽ എന്റെ അനുവാദം എന്തിനാ? വലിയൊരു കാര്യല്ലേ സാറ് പറഞ്ഞേ. അന്യ ഭാഷയും സെറ്റപ്പും എന്നൊക്കെ കേൾക്കുമ്പോ ചെറിയൊരു പേടിയുണ്ടല്ലേ? അതിലൊന്നും വലിയ കാര്യമില്ല. സോങ്സ് ഒക്കെ കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുക. ട്രാക്ക് കേൾക്കുക. നെക്സ്റ്റ് ഡേ റെക്കോർഡിംഗ്. ഓക്കെ ആണെങ്കിൽ നാളെ തന്നെ പുറപ്പെടണം മദ്രാസിലേക്ക്. മദ്രാസിലേക്ക് എന്താ? പോകാം അമ്മേ. അതാണ് പ്രോബ്ലം. നാളെ എന്ന് പറയുമ്പോ എനിക്ക് ഹോസ്പിറ്റലില്. അതെങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. മകളുടെ കരിയറിലെ മഹാസംഭവം അല്ലേ? കേട്ടല്ലോ. ഇനി അഥവാ ഡോക്ടർ വന്നില്ല എന്ന് വെച്ച് പേടിക്കൊന്നും വേണ്ട. എന്റെ ഫാമിലി ഉണ്ട് കൂടെ. പ്ലീസ്. ആ സ്വാമി, മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. ഓക്കെ ദെൻ, ബൈ ബൈ. യെസ്, ടെൽ മീ പ്രിയ. ഏയ് വഴക്കോ? അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ എവിടെന്നാ വിളിക്കുന്നത്? ചെന്നൈന്നോ? ഇപ്പൊ മനസ്സിലായില്ലേ? വേറെ യു ഗോ ഐ ആം ദേർ. ഇവിടെ ഒരു റെക്കോർഡിങ്ങിന് വന്നതാ. സൂര്യ സാറിന്റെ തമിഴ് ഫിലിം. വിവരം പറയാൻ വേണ്ടി ഞാൻ ഓഫീസിൽ വന്നപ്പോഴാ ഇവിടേക്ക് പറഞ്ഞെന്നറിഞ്ഞത്. ഏതോ ഒരു കോൺഫറൻസിന്. അപ്പൊ ഒന്ന് ഞെട്ടിപ്പിക്കാമെന്ന് കരുതി. എന്തോ? ആ, അമ്മയും വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എത്രാമത്തെ തവണയെ ഡയറക്ടർ സാറ് മോഡലിനെ കാണുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തുന്നതെന്ന് അറിയാമോ? ഞാൻ കഴിഞ്ഞ 2 മണിക്കൂറായിട്ട് വളരെ സീരിയസ് ആയിട്ട് മീറ്റിംഗിലായിരുന്നു. ഫോണും ഓഫായിരുന്നു. അത്യാവശ്യമായിട്ട് സ്വാമിയോടൊരു കാര്യം പറയാൻ വേണ്ടിട്ട് ഇപ്പൊ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാ. ഒരു നിമിഷം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അടുത്ത 2-3 മണിക്കൂറിനെങ്കിലും ഇനിയും കിട്ടില്ലായിരുന്നു. ആട്ടെ, എവിടെയാ താമസം? മൈ ഗോഡ്, ഞാനും സെയിം ഹോട്ടലിൽ തന്നെയാ. ഏത് ഫ്ലോറിലാ? റൂം നമ്പർ? ഓക്കെ, ഞാൻ കോൺഫറൻസ് കഴിഞ്ഞിട്ട് വിളിക്കാം. ഇല്ല, മറക്കില്ല. ഓക്കെ ദെൻ, ബൈ. ആരോടാ നീ ബാൽക്കണി പോയി സംസാരിച്ചേ? കൊറേ നേരം ആയല്ലോ. എന്റെ ഒരു ഫ്രണ്ട്. പോയി നോക്ക്. ആഹാ, സാറായിരുന്നു. എങ്ങനെയുണ്ട് സൗകര്യങ്ങളൊക്കെ? ഇറ്റ് ഈസ് മോർ ദാൻ ഇനഫ് അല്ലേ മേ? പിന്നെ ഞാനൊന്ന് കുളിക്കാൻ ഒരുങ്ങായിരുന്നു. സാറിന്റെ ഫാമിലി വന്നിട്ടുണ്ട്. ഓ, സാർ ഏത് ഫ്ലോറിലാ? 9th. സ്റ്റുഡിയോയിൽ കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാ വന്നു എന്നറിഞ്ഞിട്ടും ഇങ്ങോട്ട് വരാൻ പറ്റാൻ സോറി. ആ പ്രിയ, നമുക്ക് ആ ട്രാക്ക് ഒന്ന് കേൾക്കാം. നന്നായിട്ടൊരു പ്രിപ്പറേഷൻ. അങ്ങനെ വേണം നമ്മൾ പോവാൻ. തമിഴല്ലേ, ആരോടൊക്കെയാ ബീറ്റ് ചെയ്യണ്ടെന്ന് അറിയാലോ. അവസാനം എനിക്ക് പേര് ദോഷം ഉണ്ടാക്കരുത്. ഏയ് അമ്മേ, നീ പോയിട്ടോ. ശരി, പോയിട്ട് വരും. പോ. വരൂ. കമോൺ പ്രിയ. സാറിന്റെ ഫാമിലി ഇപ്പൊ വരും. മഹാലിംഗപുരം വരെ പോയിരിക്ക. അവിടെ ഒരു വീടുണ്ട് റിലേറ്റീവിന്റെ. പ്രിയ ഇരിക്കൂ പ്രിയ. ഇരിക്കൂ. ശ്രദ്ധിച്ച് കേട്ടോളൂ. ഓക്കെ?
നിന്നെ ഞാൻ സൗത്ത് ഇന്ത്യയിലെ നമ്പർ 1 സിംഗറാക്കും. എന്താ വിശ്വാസമായില്ലേ? വെറും വാക്ക് പറയാറില്ല സൂര്യനാരായണൻ. പക്ഷെ അതിന് നീയും കൂടെ ഒന്ന് മനസ്സ് വെക്കണം. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി കാണും അല്ലേ? എന്നെ അനുസരിച്ചിട്ടുള്ള പലരും ഇന്ന് വലിയ സിംഗേഴ്സാ. ഗ്രേറ്റ് സിംഗർ ശ്രീദേവി അടക്കം. അറിയോ? എന്താ ഇങ്ങനെ നോക്കണേ? എനിക്കങ്ങനെ ആരും ആകണ്ട. തൊട്ടുപോരു തന്നെ. ആരും ഒന്നും അറിയില്ല. മാറി നിൽക്കാന്നെ പറഞ്ഞേ. ദേ വലിയ ശീലാവധി ചമയണ്ട. ഇതുപോലെ എത്ര പേരെ കണ്ടിട്ടുള്ളവനായി സൂര്യനാരായണൻ. അങ്ങനെ പലരും ഉണ്ടാവും. പക്ഷെ പ്രീനന്ദിനെ അക്കൂട്ടത്തെ കൂട്ടണ്ട. ജാട കള പെണ്ണെ, നീ എന്താ സേതുവിന് മാത്രമേ വഴങ്ങുള്ളൂ? അതെ, ചിലപ്പോ വഴങ്ങിയെന്ന് വരും. മനസ്സും ശരീരവും ഒക്കെ ആ കാൽച്ചുവട്ടിൽ അടിയറവ് വെച്ചെന്നും വരും. അത്രയ്ക്ക് അന്തസ്സും പ്രതിഭയുമുള്ള മനുഷ്യനാണ് അദ്ദേഹം. റിയൽ ജീനിയസ്. തന്നെ പോലെ ഒരു ചെട്ടിക്ക് പേരിച്ചിരിക്കാനുള്ള യോഗ്യത പോലുമില്ല. എടേ എന്തു പറ്റി പ്രിയ? ഇതെന്തിനെന്നറിയോ? ഇവിടെ നിനക്ക് പരിചയപ്പെടുത്തി തന്ന തെറ്റിന് എന്റെ വക പ്രായച്ചിത്തം. കൊമ്പത്തൊരു മ്യൂസിക് ഡയറക്ടർ കാവ്യൻ രുദ്രാക്ഷോട്ട് ഇറങ്ങിയിരിക്കുന്നു. തന്നെ പോലുള്ളവരാണ് ഈ ഫീൽഡിന്റെ ശാപം. സേതു പ്ലീസ്, വേണ്ട. എനിക്കൊരു അബദ്ധം പറ്റിയതാ. വേണ്ട പ്രിയ, സോറി. എന്റെ കുടുംബത്തെ ഓർത്തെങ്കിലും കുടുംബം ഓർക്കണം. അങ്ങനെ ഒരു തോന്നലുണ്ടോ തനിക്ക്? അതെ, ഇതിപ്പം നമ്മൾ 3 ആളും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇനിയും അത് അങ്ങനെ തന്നെ ആയിരിക്കും. തന്നെ ഓർത്തിട്ടല്ല, ദാ ഈ പാവം പെണ്ണിനെ ഓർത്തിട്ട, അവളുടെ ഭാവി ഓർത്തിട്ട. ഇനി ഇത് ആവർത്തിച്ചോണ്ടല്ലോ, യു വിൽ പേ ഫോർ ഇറ്റ്. വാ. മറ്റാരും അറിഞ്ഞില്ലെങ്കിലും ആ സംഭവം എന്റെ ജീവിതത്തിൽ മറ്റൊരു വഴിത്തിരിവായി. അപ്പം സാറിന്റെ ശത്രുനിരയിൽ ഒരാൾ കൂടിയായല്ലേ? സൂര്യനാരായണൻ. എന്നിട്ട് പറയാം. അതിനു മുമ്പ് നമുക്കോരോ ചായവല്ലേ? എന്താ ഉറക്കമായിരുന്നോ? നിനക്കൊരു ഗസ്റ്റ് ഉണ്ട്. വേണ്ട വേണ്ട, കിടന്നോളൂ. കണ്ടോ, ഇപ്പൊ അവളുടെ അസുഖമൊക്കെ പോയി.